Hello guys, violence. I don't like. Violence likes me. I can't avoid it. എന്ന് പറഞ്ഞത് KGF-ലെ റോക്കി ബായി. നമ്മളെടുത്ത് ആഘോഷിച്ചു. മലയാളികളും ഇന്ത്യയിൽ ഒന്നടങ്കവും വിദേശ രാജ്യങ്ങളടക്കം വളരെയധികം പ്രചാരത്തിൽ നേടിയ ഒരു ഇന്ത്യൻ സിനിമയാണ്, ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ് KGF. റോക്കി ബായി നമുക്ക് മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൊച്ചു കേരളത്തിലെ നമ്മുടെ ചെറിയ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നൊരു പടം, റീസെൻ്റ്ലി വന്ന പടമാണ് ഹനീഫ് അദൈനി എഴുതി സംവിധാനം ചെയ്ത, ഏറ്റവും പുതുതായിട്ട് പുറത്തിറങ്ങി ഇപ്പോൾ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മാർക്കോ. ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെൽ ട്രീറ്റഡ് മൂവി, ഒരു വ്യക്തമായ ബ്ലഡ് ഷെഡ് ഉള്ളൊരു മൂവി. ഇത് കൾട്ട് ക്ലാസിക് മൂവീസ് എക്കാലത്തും മലയാളത്തിനെ പൊക്കി പറയുന്ന അന്യഭാഷകളിലടക്കമുള്ള സംവിധായകരും എല്ലാ ടെക്നീഷ്യൻസിനെ കുറിച്ചൊക്കെ നമ്മളെ വാദോരാതെ നമ്മുടെ അഭിനേതാക്കളെ കുറിച്ചൊക്കെ പറയുന്ന ഈ ഇൻഡസ്ട്രിക്കകത്ത് ഒരു ബ്ലഡ് ഷെഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സിനിമയുമായിട്ട് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് പോലും ഇല്ലാത്ത തരത്തിലൊരു സിനിമ മലയാളത്തിൽ വന്നതിനെ എങ്ങനെയാണ് നമ്മൾ എന്തിനാണ് വിമർശിക്കേണ്ടത്? ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടതല്ല ഈ സിനിമ. അങ്ങനെ സംസാരിക്കേണ്ടി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കാനായിരിക്കും ഞാൻ മുന്നോട്ട് വരിക. കാരണം ഇതൊരു രാഷ്ട്രീയ സിനിമയല്ല, ഇതൊരു എൻ്റർടൈനറാണ്. ബ്ലഡ് ഷെഡ് എങ്ങനെ എൻ്റർടൈനർ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക സിനിമകളിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോളിവുഡ്, കൊറിയൻ, അതുപോലെ തന്നെ സ്പാനിഷ്, റഷ്യൻ, ഇങ്ങനെ പല സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ ഇന്ത്യൻ സിനിമകളിൽ പോലും ഈ റീസെൻ്റ്ലി വന്ന കില്ല്, അതുപോലെ തന്നെ ജോൺ വിക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക ഇൻ്റർനാഷണൽ മൂവീസൊക്കെ ഇങ്ങനെ ഹ്യൂമൻ സെൻറ്റിപ്പേഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് അറിയാമല്ലോ, ഞാനൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള തരത്തിലുള്ള സൈക്കോപാത്തുകളാണെങ്കിലും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ബ്ലഡ് ഷെഡ്, അത് ആ ഒരു തരത്തിലേക്കുള്ള കൊലപാതകം, ഈ ബ്ലഡ് ഷെഡിൻ്റെ ഒരു കളി ഉള്ള അരങ്ങേറ്റം നടത്തി സിനിമകളൊക്കെ കണ്ടിട്ടും ഇരിക്കുന്നവരാണ് ഈ മലയാളികൾ അടങ്ങുന്ന സമൂഹം. നമ്മളാരും ഇതൊന്നും കാണാത്ത ആൾക്കാരല്ല, ആദ്യമായിട്ട് ഇത് കാണുന്ന ആൾക്കാരും അല്ല മലയാളികൾ. അപ്പോൾ ആ മലയാളികളുടെ മുമ്പിലേക്ക് മാർക്കോ എന്നുള്ളൊരു സിനിമ വരുന്നു, നമുക്കും കഴിയുമടേ എന്ന് നമ്മൾ മറ്റുള്ള അന്യഭാഷകളെയോ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു ഇൻഡസ്ട്രി വളരെ ചെറുതായിട്ട് കാണുന്ന ആരുടെയൊക്കെ മുമ്പിലെങ്കിലും ഒരു അടയാളപ്പെടുത്തലാക്കി കാണിക്കുന്ന ഹിസ്റ്റോറിക്കൽ എലമെൻറ്റ്. ഹിസ്റ്റോറിക്കൽ മീൻസ് ഈ സിനിമ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലോട്ടിലല്ല, ഈ സിനിമ വരുന്നത് ഒരു ബ്ലഡ് ഷെഡ് അല്ലെങ്കിൽ ഒരു വയലന്റ് നേച്ചറിലാണ് ഈ സിനിമ വരുന്നത്. പക്ഷേ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ എലമെൻ്റാണ് നമ്മുടെ സിനിമയ്ക്കകത്തും ഉണ്ടായി ഇങ്ങനൊരു സിനിമ എന്ന് പറയുന്ന ആ സിനിമയെ ഇപ്പം സീക്രട്ട് ഏജൻറ്റ് സായിയുടെ റിവ്യൂ ആണ് ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയം. വീണ് കിടക്കുന്നവനെ ചവിട്ടാനോ, സായിക്ക് കുറേയധികം ട്രോള് വരുന്നു, സായിയെ കുറേയധികം ആൾക്കാരിട്ട് ട്രോളുന്നു, കൊല്ലാക്കൊല്ല ചെയ്യുന്നു, ഇത് ഒരുപാട് ഇതൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ മോശപ്പെടുത്താനൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സായിക്ക് തീർച്ചയായിട്ടും സായിയുടെ അഭിപ്രായം പറയാം, സായിയുടെ എതിരഭിപ്രായമാണ്. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, പുള്ളിയുടെ വ്യൂ പോയിന്റിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷേ സായിയുടെ ഈ ഒരു സംഭവം കൊണ്ട് സ്വാഭാവികമായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക, ഒരു റിവഞ്ച്, അല്ലെങ്കിൽ ഒരു അയാളോടുള്ളൊരു ഉണ്ണി മുകുന്ദനോടുള്ളൊരു ദേഷ്യം എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നു. അതിനോടുള്ള ആൾക്കാരുടെ സമീപനം, അതുകൊണ്ടാണ് സായി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നി എന്തോ ഒരു ഗ്രഡ്ജ്, ഒരു പക വച്ചിട്ട് സംസാരിച്ചതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പേഴ്സൺ. അല്ലെന്ന് പറയാൻ എന്താണ് ഈ സിനിമയ്ക്കകത്ത് അത്രമാത്രം മോശമായിട്ടുള്ള കാര്യമുള്ളത്? ഇപ്പം മിഖായേലിലൂടെ വന്ന അതിൻ്റെ സ്പിൻ ഓഫാണ് ഈ സിനിമ, നമുക്കറിയാം. നമ്മളെ മല്ലു സിംഗ് എന്നുള്ള സിനിമ എടുക്കാം. മല്ലു സിംഗിലൂടെ മലയാളികളുടെ മുമ്പിലേക്ക് ഭയങ്കരമായിട്ട് വിക്രമാദിത്യൻ, മല്ലു സിംഗ് അടക്കം അനവധി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ വേരുറപ്പിച്ചൊരു നടൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഗോഡ് ഫാദർ ഒന്നും ഇല്ലാതെ മലയാള സിനിമയ്ക്കകത്ത് വന്ന ഒരു സ്വന്തം കഴിവ് കൊണ്ട് മുന്നോട്ട് വന്ന ഒരാൾ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്കിവിടെ ഒരു പ്രശ്നം, ഉണ്ണി മുകുന്ദൻ എപ്പോഴൊക്കെയോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹം ഉറക്കെ പറയുകയും അദ്ദേഹത്തിൻ്റെ ചില സമീപനങ്ങൾ സമൂഹത്തിൽ ചർച്ചയാവുന്നത് പല ആൾക്കാരുടെ ചേരി തിരിഞ്ഞ് സംസാരിക്കാനുള്ള സാഹചര്യം വരികയും സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിന് വളരെയധികം മുൻതൂക്കം കൊടുക്കുന്ന അല്ലെങ്കിൽ വിഭാഗീയതയെ വളരെയധികം എതിർക്കുന്ന മലയാളികൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാര്യത്തിൽ ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയത്തിന് ചിലപ്പോൾ എതിർത്തിട്ടുണ്ടാവാം എന്ന് കരുതി ഈ മലയാളികൾ എല്ലാവരും, അന്ന് എതിർത്തവരടക്കമുള്ള ആൾക്കാർ, ഒരു സിനിമയുടെ പേരിൽ ഉണ്ണി മുകുന്ദനെ ഒറ്റപ്പെടുത്തുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ ഒരു സിനിമ ഇറങ്ങി ഇനി ഉണ്ണി മുകുന്ദനെ തകർത്തിരേ ബാക്കി കാര്യമുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സമീപനത്തിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മളെന്തോ സാക്ഷര കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ അഭിപ്രായം ആശയപരമായിട്ടുള്ള എതിർപ്പുകളും വിയോജിപ്പുകളും വിമർശനങ്ങളും നമ്മൾ ഉന്നയിക്കുമെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കലാമൂല്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പം ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഇതിനകത്ത് ഉണ്ണി മുകുന്ദനാണോ ഇതിൻ്റെ പ്രധാന പങ്കാളി, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ തലയിൽ ഉദ്ദേശിച്ച സിനിമയാണോ ഇത്? അല്ല. ഈ സിനിമ
നമ്മുടെ ഹനീഫ് അദേനി എന്ന് പറയുന്ന പുള്ളിയുടെ തലയിൽ വെച്ച് അയാൾ സംവിധാനം ചെയ്തതാണ്. ഇതൊരു ഡയറക്ടർ മൂവിയാണ്. ഇപ്പോൾ ലാലേട്ടനോട് തൂവാന തുമ്പികളെ കുറിച്ച് ചോദിക്കും, അദ്ദേഹം പറയുന്നത് എന്താ? ലാലേട്ടന്റെ മൂവിയാണോ? നിങ്ങൾ പറ, ഇത് ലാലേട്ടന്റെ മൂവിയാണോ അതോ തൂവാന തുമ്പികൾ എന്ന് പറയുന്നത് പത്മരാജന്റെ മൂവിയാണോ? ശരിയാണ്, ലാലേട്ടന്റെ ആ ഒരു തരത്തിലുള്ള അഭിനയം തീർച്ചയായിട്ടും അതിന് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ അത് ലാലേട്ടൻ മാത്രമാണോ? അതിനകത്ത് ക്ലാരയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, രാധയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അതിനെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കഥാപാത്രങ്ങളെ പാത്ര സൃഷ്ടികൾ നടത്തിയിട്ടുള്ളത് പത്മരാജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്കാലത്തെയും നമ്മുടെ കൾട്ട് ക്ലാസിക് മൂവി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നമുക്ക് ആരാധനാ മൂർത്തിയാണ് അദ്ദേഹം. സിനിമ എടുക്കുന്നവരുടെ 500-600 തവണയൊക്കെ തൂവാന തുമ്പികൾ കണ്ടെന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഗന്ധർവൻ അടക്കമുള്ള സിനിമകളെല്ലാം അദ്ദേഹത്തിന്റെ തൂലികയിൽ അദ്ദേഹം തന്നെ സൃഷ്ടിച്ചതാണ്. ഓക്കെ, അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ രചനയിലൂടെ അദ്ദേഹം തന്നെ സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ് ഈ പറയുന്ന ജയകൃഷ്ണനാണെങ്കിലും ക്ലാരയാണെങ്കിലും രാധയാണെങ്കിലും അത് ഒരു സംവിധായകന്റെ സിനിമയാണ്. അതുപോലെ തന്നെ ഹനീഫ് അദേനിയുടെ സിനിമയാണ് ഈ പറയുന്ന മാർക്കോ. അദ്ദേഹത്തിന്റെ തന്നെ മിഖായലിന്റെ സ്പിൻ ഓഫ് ആണിത്, ഒരു പ്രതികാര കഥയാണിത്. അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സെൻസിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് അതിനോട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിനിമയില്ല. അപ്പം പറയും ഇതിനകത്ത് എന്ത് കഥയാണുള്ളത്? അപ്പം അങ്ങേക്ക് ചോദിക്കട്ടെ, എന്താണ് ഈ നമ്മുടെ KGF-ലെ കഥ? എന്താണ് KGF-ലെ കഥ? ഒന്ന് പറഞ്ഞു തരും. ഇതുപോലെ ഇറങ്ങിയ പലതരത്തിലുള്ള ഇപ്പോൾ കില്ലെന്നുള്ള സിനിമയ്ക്കകത്ത് ആ ട്രെയിൻ്റെ അകത്ത് നടക്കുന്ന നാടകീയമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പം അതെന്താണ് അതിനകത്തുള്ള കഥ? ഇങ്ങനെ കഥകളെ തിരക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അതുപോലുള്ള ആൾക്കാരുടെ സിനിമകൾ മാത്രം, ഒരു ക്ലാസിക് ലെവലിലുള്ള സിനിമകൾ മാത്രം, ആ കൾട്ട് ലെവലുള്ള സിനിമകൾ മാത്രം ഇറങ്ങിയാൽ മതി എന്നാണ്. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ എന്തുമാത്രം, അപ്പം എമ്പുരാൻ അടക്കമുള്ള മറ്റ് പല സിനിമകളും നമുക്കിവിടെ വിജയിച്ചിട്ടുണ്ട്. പല കൂതറ പടങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പല പടങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ തൂവാന തുമ്പികൾ പോലും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. ഇന്ന് അത് കൾട്ട് ക്ലാസിക്കായിട്ട് നിൽക്കുന്നു. അതാ പറഞ്ഞേ, ഇന്ന് ചിലപ്പോൾ ഈ വിമർശിക്കുന്ന ഈ സിനിമ ചിലപ്പം ഇവിടെ നിന്ന് വടക്കേ ഇന്ത്യയിലേക്ക് എങ്ങാനും കയറി കൊളുത്തിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല. ചിലപ്പോൾ ഇന്ന് ബോക്സ് ഓഫീസിൻ്റെ അകത്ത് നിലവിൽ നിൽക്കുന്ന സിനിമകളുടെ ഏറ്റവും ടോപ്പിലേക്ക് ചിലപ്പം വന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആസ്വാദനമാണ് സിനിമ, ഒരു എൻ്റർടൈനറാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. കലാകാരൻ ഒരു എൻ്റർടൈനറും കല എന്ന് പറയുന്ന സാധനം ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ കലാമേഖലയ്ക്കകത്ത് നമ്മുടെ ഒരു പുതിയൊരു തരത്തിലേക്കുള്ള ഒരു എന്താണ് ഒരു കഴിവുകളെ അല്ലെ പുതിയ ആൾക്കാരുടെ പരീക്ഷണങ്ങളെ നമ്മൾ ശരിക്കും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത്. അപ്പോൾ സായി ശരിക്കും ചെയ്തേക്കുന്നത് അതിനകത്ത് ശരിക്കും സായിയുടെ അഭിപ്രായത്തിന് വളരെയധികം നമുക്ക് റെസ്പെക്ട് ചെയ്യാം. പക്ഷേ സായി അതിനകത്തോട്ട് കാണിച്ചേക്കുന്നത് ഉണ്ണി മുകുന്ദനോടുള്ള ഒരു ഇത് തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, മാളികപ്പുറം അഥവാ മല്ലു സിംഗ്, മാളികപ്പുറം, മാർക്കോ, അത് എമ്മിൽ തുടങ്ങുന്ന 3 സിനിമകളാണ്. RRR എന്ന് പറയുന്നത് TRIPPLE M. ചിലപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ ചിലപ്പോൾ ഒരു മേപ്പടിയാനും വിജയിച്ചിട്ടുള്ള സിനിമ. അപ്പോൾ M എന്നുള്ള സാധനം അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഒരു ഭാഗ്യവും ആവാം. മേ ബി അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും നമ്മളെ പറച്ചിൽ സിനിമയിലേക്ക് അതൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയും ആവാം. അപ്പോൾ ആ ഒരു സിനിമ മലയാളത്തിൽ സംഭവിച്ചു. അതിനകത്ത് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് അയാളെ വ്യക്തിപരമായി ആക്രമിക്കാതെ, കാരണം ഈ സിനിമയുടെ സൃഷ്ടാവ് ഉണ്ണി മുകുന്ദനല്ല, അയാളൊരു ക്യാരക്ടറാണ്. ഉണ്ണി മുകുന്ദൻ ഓർ അതർ X or Y ആരുമാവാം. പക്ഷേ ഉണ്ണി മുകുന്ദൻ അതിനകത്ത് മിഖായൽ ചെയ്തു. അതിനുശേഷം ഈ ഒരു സിനിമയിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയ്ക്കകത്ത് വന്നുള്ള സമീപനം, അദ്ദേഹം കൊടുത്തേക്കുന്ന ആ ഒരു അപ്പിയറൻസ്, ആ ഒരു പ്ലോട്ടിൽ അദ്ദേഹം എത്രമാത്രം നീതി പുലർത്തി എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഒരു മാർക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. ഒരു കഴിവിന് നമ്മൾ അംഗീകാരം കൊടുക്കണം. അതിനകത്ത് എന്തെങ്കിലും പാളിച്ച ഉണ്ടെങ്കിൽ പറയാം. അല്ലാതെ അതിനകത്ത് ഇപ്പം സായി ചോദിച്ചതായിട്ടു അതിനകത്ത് എന്തുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊക്കെ സ്ഥിരം കാണുന്നത് പോലെയാണ്. സ്ഥിരം കാണാത്തത് നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ട്. സ്ഥിരമില്ലാത്ത എന്താ ഉള്ളത്? ഇന്ന് കാണുന്നത് എല്ലാം പണ്ടും നടന്നിട്ടുള്ളത് തന്നെയാണ്. ഇന്ന് കാണുന്നത് ഇനി അടുത്ത കാലങ്ങളിലും കാണും. പക്ഷേ അതിനെ വ്യത്യസ്തമാക്കുന്നത് അതിനെ അവതരിപ്പിക്കുന്ന രീതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട സിനിമ തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും കാലം അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ മാർക്കോ എന്ന് പറയുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. സോ നമ്മൾ KGF-നെ അടക്കം മറ്റ് പല സിനിമകളെയും വളരെയധികം വാഴ്ത്തി പാടിയ നമ്മുടെ മലയാളത്തിൻ്റെ അകത്തൊരു സിനിമ ഇങ്ങനെ പിറവിയെടുക്കുമ്പോൾ അതിനകത്ത് അകാരണമായിട്ടാണെങ്കിലും അതിനെ ഇങ്ങനെ അഭിപ്രായം പറയാമെങ്കിലും അത് കൊള്ളത്തില്ല എന്ന് മാത്രം അത് അഴിക്കപ്പടമാണ്, കാണരുത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ആര് പറഞ്ഞിരുന്നാലും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സായിക്ക് സായിയുടെ അഭിപ്രായം പറയാമായിരുന്നു. പക്ഷേ എങ്കിലും സായി ഇതിലൂടെ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിക്ക് ശരിക്കും ഉണ്ണി മുകുന്ദനോടുള്ള ഒരു ഗ്രഡ്ജ് പുറത്ത് കാണിച്ചതുപോലെ തന്നെയാണ് മറ്റ് പലരെ പോലെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഞാൻ നമ്മുടെ ഈ ഇദ്ദേഹത്തിനോട് സിനിമ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ വെച്ച് സിനിമ എടുക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തിനോട് സിനിമ സംവിധായകർ സംസാരിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്ക് കുറച്ചുകൂടെ അറിയാം. അവരോടൊക്കെ ചോദിച്ചപ്പോഴേക്കും ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് അറിയാമോ? അത് വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് ഇതിനകത്തൊരു ഉണ്ണി മുകുന്ദൻ്റെ റേഞ്ചും ഇനി വരാൻ വേണ്ടിയിട്ട് വരുന്ന സിനിമകൾ, ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സിനിമകളൊക്കെ എങ്ങനെ ആവുമെന്ന് എനിക്കൊരു ഇത് വന്നത് ധാരണ. അതായത് ഉണ്ണി മുകുന്ദനോട് സിനിമയുടെ കഥകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയവരോട് അദ്ദേഹം പറഞ്ഞത് എന്താ പറയുക, അദ്ദേഹം ഈ സൂപ്പർ ഹീറോസ്
അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് ടെററായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ പവർ പാക്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളെ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ മലയാളത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായി? ഒരു ത്രില്ലർ, ഒരു നമ്മുടെ ഇപ്പം ആ ഒരു ലെവൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ത്രില്ലർ ലെവലിലേക്കുള്ള സിനിമകളെ കാത്തിരിക്കുന്ന വ്യക്തിയാണ്. അതിനുള്ള നല്ല തിരക്കഥകളോ മറ്റുള്ള കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാളത്തിൽ ചിലപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ശരിക്കും ഉണ്ണി മുകുന്ദൻ തന്നെയായിരിക്കും. അതിലെന്ത് റിസ്ക് എടുക്കാൻ അയാൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് സംവിധായകരോട് പോലും പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഒരു ഇപ്പം ഞാൻ എൻ്റെ ഒരു സൃഷ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇടുന്നു. ഒരു കഥയാവാം, കവിതയാവാം, ഒരു പാട്ടാവാം, എന്തെങ്കിലും ആവാം. അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പം നിങ്ങൾക്ക് കണ്ടടനെ പറയാൻ വേണ്ടി അടിപൊളി എന്ന് നിങ്ങൾ കേൾക്കാതെ വേണമെങ്കിൽ പറയാം. കേട്ടതിന് ശേഷം ഇന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്കി കുഴപ്പമില്ലായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. അതേസമയത്ത് ഇത് കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു മുൻവിധിയോട് കൂടി ഇവൻ്റെ പടമല്ലേ, ഈ സംഭവമല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് വലിയ സംഭവം ഒന്നും ആവണ്ട, ഇവൻ അങ്ങനെ വലിയ ഹീറോ ഒന്നും ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളോട് ഒരു ഹെയ്റ്റ് പോലെ നമ്മൾ ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല എന്നുള്ളതാണ്. സായിക്ക് അഭിപ്രായം പറഞ്ഞുകൂടായിക്കൊന്നുമില്ല. സായിയുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ പറയാം. എങ്കിൽ പോലും സായി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളിലാത്തുന്നൊരു കാര്യമാണ് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയത് മുതൽ പുള്ളിക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിന് PR വെച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല ഉണ്ണി മുകുന്ദൻ്റെയൊക്കെ ജോലി സായിയെ നശിപ്പിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ സായിയുടെ പുറകെ നടന്ന് സായിയെ നശിപ്പിക്കലാണ് ഉണ്ണി മുകുന്ദൻ്റെ അൾട്ടിമേറ്റ്. എനിക്കറിയില്ല അതിനൊക്കെ ഉള്ള തെളിവുകൾ എവിഡൻസ് ഒക്കെ ചിലപ്പോൾ പുള്ളിയുടെ ഉണ്ട്, എനിക്കറിയത്തില്ല, അറിയത്തില്ല. കാരണം ഒരു സിനിമാ നടനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിൻ്റെ പുറകെ നടക്കാനല്ല സമയം. അയാൾ സ്വാഭാവികമായിട്ട് അയാളുടെ സിനിമയും മറ്റുള്ള കാര്യങ്ങളും ചില വിവാദങ്ങൾ ഉണ്ടാകുന്ന അതിൻ്റെ പുറകെയും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുള്ള പ്രൊഡ്യൂസറാണ് അദ്ദേഹം. അതുപോലെ തന്നെ നിരവധി അനവധി സിനിമകൾ ഇനിയും പേറോളിൽ കിടന്ന് ഉള്ളത് അതിനെ അഭിനയിച്ച് തീർക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിനിടയ്ക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരാളുടെ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് അയാൾ എങ്ങനെ വളരും? ഒരാളുടെ പുറത്ത് നമ്മൾ ഗ്രഡ്ജും വെച്ചുകൊണ്ട് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നന്നാവത്തില്ല. നെവർ ആൻഡ് എവർ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. സായിയുടെ അഭിപ്രായം പറയുന്നതിന് നമുക്ക് റെസ്പെക്ട് ചെയ്യാം. പക്ഷേ സായി ഉണ്ണി മുകുന്ദൻ്റെ സിനിമ ആയതുകൊണ്ട് അതിനെ ഇങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം ആൾക്കാർ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ അതിനൊരു പരിധി വരെ ന്യായമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതർവൈസ് അതൊക്കെ കാലം തെളിയിക്കട്ടെ. ഇപ്പം ഈ സിനിമ അറിയുന്നത് നന്നായിട്ട് കളക്ഷൻ വാരിക്കൂട്ടിക്കൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സിനിമ മലയാളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, മലയാള സിനിമ വളരെ ചെറുതാണ്, അതിനകത്തുള്ള ടെക്നീഷ്യൻസ് ഒത്തിരി ഉണ്ട്, നമുക്ക് അഭിപ്രായം പറയുന്നതോടൊപ്പം തന്നെ മലയാള സിനിമയെ കൊല്ലാക്കൊല ചെയ്യുന്ന രീതിയിലേക്ക് മാറാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇവിടെ പറഞ്ഞു നിർത്താനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ മാർക്കോ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി പറയാണ്ടൊരു കാര്യമുണ്ട്. അഭിമന്യു, നമ്മുടെ തിലകൻ ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറ, അദ്ദേഹത്തിൻ്റെ മകൻ ഷമ്മി തിലകൻ്റെ മകൻ അഭിമന്യു ഇതിനകത്ത് വില്ലനിസം എത്രമാത്രം കൊണ്ടുവന്ന് വച്ചേക്കുന്നു എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ അവരുടെയൊക്കെ ഒരു മൊത്തത്തിലുള്ള ആ ഒരു പ്ലോട്ടിലൊക്കെ വേറെ ഡിഫറൻ്റ് ആയിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലേക്ക് ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് അഭിമന്യു ആണെങ്കിലും ജഗദീഷ് ഏട്ടനാണെങ്കിലും അഭിമന്യുവിൻ്റെ ഒക്കെ വരവ് ശരിക്കും മലയാള സിനിമയിൽ ഒരു കരുത്തനായിട്ടുള്ളൊരു നടൻ്റെ വരവ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അദ്ദേഹം വളരട്ടെ, അതിനുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്നുള്ള കാര്യമാണ്. അതിനൊക്കെ അവസരം കൊടുത്തത് ഉണ്ണി മുകുന്ദനാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നണി പ്രവർത്തിച്ചവരാണ്. അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എന്തായിരുന്നാലും ഈ സിനിമ വിജയിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമൊന്നുമില്ല. കുറേ അധികം ആൾക്കാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് മൂവിയാണ്, 18+ മൂവിയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികളടക്കമുള്ള കാണാൻ പാടില്ല. സ്വാഭാവികമായിട്ട് OTT ഇതുവരെ ഇതിൽ കട്ട് ചെയ്ത ഭാഗങ്ങളടക്കം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് ഏത് ലെവലിലായിരിക്കും എന്ന്. ഇപ്പം 18+ ആണെന്ന് പറഞ്ഞാൽ പിള്ളേരോട് കാണരുതെന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിൽ മുമ്പിൽ ഈ OTT വന്ന് ഇവർ തന്നെ ആയിരിക്കും കാണുക. അത് ടെലഗ്രാമിലൂടെ ആണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും ഈവൻ OTT ആണെങ്കിലും ഇവരൊക്കെ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കാണുന്നതാണ്, അതൊക്കെ അറിയുന്നതാണ്. എന്തായിരുന്നാലും പടം വിജയിക്കട്ടെ. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടാണെങ്കിലും ആ വിജയത്തിൻ്റെ ഒരു ആഹ്ലാദത്തിൽ ഇത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനെ നെഗറ്റീവ് ആക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നല്ല സിനിമകൾ വിജയിക്കുക തന്നെ വേണം. ഇതുപോലുള്ള പരീക്ഷണങ്ങൾ മലയാളത്തിൽ നടക്കുക തന്നെ വേണം. ഇനിയും വരണം ഇതുപോലുള്ള സിനിമകൾ എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.